ഗൈസ് ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ തന്നെ ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് പുറത്തേക്ക് പോകാൻ ഒരു നിക്കാഹ് കൂടാൻ വേണ്ടിയിട്ടല്ല നിക്കാഹിന് ഷൂട്ട് എടുക്കാൻ വേണ്ടി പോവാണ്. അവിടെ ചെന്നിട്ട് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. അതിന് മുമ്പ് കാര്യമായിട്ട് അമ്മ സെറ്റ് ചെയ്യുന്നുണ്ട്. ഡ്രസ്സും കാര്യങ്ങളും അയൺ ചെയ്ത് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. അയൺ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അത്രയേ ഉള്ളൂ, വേറെ പ്ലാൻസ് ഒന്നുമില്ല. അവിടെ പോകും. അതിന് മുമ്പ് ഒരു ഫുഡ് വ്ളോഗ് എടുക്കാണ്ട് ആ വ്ളോഗ് എടുത്ത് അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. എഡിറ്റിംഗ് ഉണ്ട്, അതിൻ്റെ വർക്ക് ഉണ്ട്, ഒക്കെ കഴിയട്ടെ. പെട്ടെന്ന് തീർന്നായി, ശ്വാസം മുട്ടുക പെട്ടെന്ന് ഇങ്ങനെ സ്പീഡ് പറഞ്ഞിട്ട്. എൻ്റെ മോൻ അയൺ ചെയ്തത് വേണ്ട, എന്തെങ്കിലും ഒരു ഡ്രസ്സ് ഇടാൻ പോവാ, അതാണ് അവന്റെ ഒരു. ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി ഇറങ്ങാൻ നേരത്തിന്റെ ഒരു പെരിയ കൊലയൊക്കെ ആയിട്ട് അച്ഛൻ എന്താ വരുന്നുണ്ട് മക്കളെ. ഒരു വായക്കൊലയായിട്ട് അച്ഛൻ എന്താ വരുന്നുണ്ട്. എപ്പോ തുടങ്ങിയപ്പാണ് കൊല നടക്കുന്ന കൊലയാട്ടത്, ജീവുള്ള കൊല. ഗൈസ് 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 ഹിയർ മീ ഔട്ട്. ഷൂട്ട് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ എത്തി. തിരിച്ചു പോയി ഇനി വേറെ പോകും. കാറെടുത്ത് ഷൂട്ടിന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫുള്ള് സെറ്റാണ്. എടുക്കറിയില്ലേ എല്ലാവരും ഉണ്ട്. ഞാനും ഇവരോട് ഷൂട്ട് എടുത്ത് 4 മണിക്ക് ബിരിയാണി ഫ്രീ. ഇന്നലെ വീഡിയോ ഇടുന്നതാണല്ലോ. ഞാൻ ലൊക്കേഷനിൽ വന്നെത്തി. ഇന്ന് ഇവിടെ വെഡിങ്ങും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. ഇവിടെ കാറ്ററിംഗ് ആരാന്നല്ല, ഫുഡ് എന്തൊക്കെയുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ. ഒരു മുസ്ലിം വെഡിങ്ങിൻ്റെ വർക്കിൻ്റെ ഭാഗം അടിപൊളി സ്ഥലം കേട്ടോ, കാണാൻ ഭംഗിയുണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ ഇവിടെയാണ് ഷൂട്ടും കാര്യങ്ങളും ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തത്. അപ്പോൾ കറൻറ്റ്ലി ഇപ്പോൾ ഇവിടെ ഒന്ന് കയറിയിട്ടുള്ളൂ കേട്ടോ. പറഞ്ഞുതരാം മക്കളെ ബാക്കി വിശേഷങ്ങൾ. ഞാൻ ഇപ്പോൾ ഒലീവിലാണുള്ളത്. ഒലീവിൻ്റെ ഷൂട്ടല്ല, വെഡിങ്ങിൻ്റെ ഷൂട്ടും കാര്യങ്ങളും എടുക്കാൻ വേണ്ടി വന്നാൽ ഓരോ ജീരസോട അങ്ങ് പടക്കാതെ വെച്ചിട്ട് പുറത്തേ ഇറങ്ങിയ ലൈം സോഡയാണ് മക്കളെ, ജീരസോഡ അല്ല. ചടങ്ങിൻ്റെ ഇടയിൽ കൂടെ ഫോട്ടോസും വീഡിയോസും എടുക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് അതിന് വോയിസ് ഓവർ ഒന്നും കൊടുത്ത് സാധനങ്ങൾ അങ്ങനെ പറയാൻ പറ്റില്ല. അവിടെ ചടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം വെഡിങ് നിങ്ങൾക്ക് അറിയാലോ, എന്താണ് കൃത്യമായിട്ട് എനിക്കറിയില്ല. മറ്റേ മെഹർ കൊടുക്കലോ അങ്ങനെ എന്തൊക്കെയോ ആ പേര് പറഞ്ഞ തെറ്റിപ്പോയെങ്കിലും ഒന്നും വിചാരിക്കിയത്, അതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ടാണ്. പിന്നെ അതേപോലെ തന്നെ അവരൊരു ചടങ്ങിൽ കൈയൊക്കെ കൊടുത്ത് ഏൽപ്പിച്ചതിന് ശേഷം അങ്ങനെ സംസാരിച്ചതിന് ശേഷം ഒരു പ്രാർത്ഥന എന്തൊക്കെയോ ഒരു പ്രേയേഴ്സ് ഉണ്ടാവും അവരെ. അതിന് ശേഷമാണ് കാര്യമായിട്ടുള്ള ആ മെഹർ കൊടുക്കുന്ന ആ ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഞാനവിടെ ജസ്റ്റ് ഒന്ന് പ്രോഗ്രാം കണ്ട്, അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു, ഹോൾ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു പ്രോഗ്രാമിന്. അന്നപ്പോൾ ജസ്റ്റ് അവിടെ ആ ഒരു മുസ്ലിം വെഡിങ് കൂടിയൊരു സന്തോഷം ഉണ്ടായിരുന്നു. അവിടെ ഫോട്ടോഗ്രാഫറായി ഇൻവൈറ്റ് ചെയ്തതിൽ സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങനെ അവരെ അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു രജിസ്റ്റർ എങ്ങനെയാണ് സാക്ഷി ഒപ്പിടലാണോ എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ എന്തൊക്കെയാണ്. പിന്നെ ഏറ്റവും വലിയ ആയിട്ട് അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബദാം അങ്ങനത്തെ സാധനങ്ങൾ അത് കൊടുക്കുന്നുണ്ടാവും. അത് ഞാൻ എപ്പോഴും പോകുമ്പോഴും കാണലുണ്ട് ചിലപ്പം. പക്ഷേ എനിക്ക് കിട്ടില്ല, അതാണ് എനിക്കില്ല ഏറ്റവും വലിയ വിഷമം, അതാണ് സംഭവം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ അവരെങ്ങനെ എല്ലാവരും കൂടെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോകും. ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ കുറേ ആൾക്കാർ നമ്മളൊന്ന് പരിചയപ്പെടുകയും ചെയ്ട്ടോ. വീഡിയോസൊക്കെ കാണുന്നതുകൊണ്ടുള്ള സന്തോഷം കൊണ്ടാണ് അവർ എൻ്റെ അടുത്തൊന്ന് പരിചയം. ഫുഡ് കഴിച്ചോ? ആരായിട്ട് ഫുഡ് കഴിക്കാനല്ല, അവിടെ വേറെ കുറച്ചിട്ടില്ല. നിങ്ങൾ ഫുഡ് കഴിക്കാൻ ഫുഡിന് ബിരിയാണിയോ കായപ്പോ ചിക്കൻ പൊരിച്ചോ? ബാക്കിയുള്ളൊന്നും കണ്ടില്ലേ? ബിരിയാണി ചിക്കൻ പൊരിച്ചോ നേരെ? പോണ വഴിക്ക് ഒരു 8 കാലി വണ്ടീൻ്റെ മുകളിൽ എങ്ങനെയാണ് വന്ന് വീണത് എനിക്ക് സംശയം ഉണ്ടായി. ആ അറിയുന്നവരെന്ന് കമൻറ്റ് ചെയ്യണം. ബൈ ഫ്രം വന്നിട്ട് ബ്ലോഗർ.